GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പുതിയ സീരീസുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് മാസങ്ങളിൽ ജനിച്ച ആളുകളുടെ സ്വഭാവ വ്യത്യാസങ്ങളും ചെറിയൊരു മോട്ടിവേഷൻ സ്റ്റോറിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് നക്ഷത്രത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു നക്ഷത്രത്തെപ്പറ്റി ഞാൻ ശരിക്കും വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് പൂർണ്ണമായും ഒരു നക്ഷത്രത്തിൻ്റെ ഫുള്ള് ഡീറ്റെയിലുകൾ അതിനകത്ത് പൊരുത്തത്തെപ്പറ്റി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. പഴയ വീഡിയോകളിൽ പൊരുത്തത്തെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി പൂർണ്ണമായും ഏതെങ്കിലും ഒരു നക്ഷത്രത്തെ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു നക്ഷത്രത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ, ചിലപ്പോൾ ഓർഡറിലാവാം, ചിലപ്പോൾ ഓർഡറിലല്ലായിരിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേര് കേൾക്കും പറയാമല്ലോ ഏത് നക്ഷത്രം. അപ്പോൾ ആ ഒരു നക്ഷത്രത്തെ പറ്റിയുള്ള ഡീറ്റെയിലുമായിട്ടാണ് ഈ നമ്മുടെ ഫുള്ള് വീഡിയോകൾ വരാനായിട്ട് പോകുന്നു. അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ചാണക്യൻ്റെ ഒരു മോട്ടിവേഷൻ സ്റ്റോറിയോടുകൂടി നമുക്ക് വീഡിയോ തുടങ്ങാം. ചാണക്യൻ എന്ന് പറയുന്ന ആളെ പറയുന്നത് വിഷ്ണുഗുപ്തൻ എന്നാണ് നമ്മുടെ സംസ്കൃത ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത് പേര്. വിഷ്ണു ശർമ്മ എന്നും ഒരു പേരുണ്ട്. ഈ വിഷ്ണു ശർമ്മ എന്നൊരു പേര് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നല്ല വായനാശീലമുള്ളവരൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ പോലും ഈ ഒരു പേര് ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. വിഷ്ണു ശർമ്മ, വിഷ്ണുഗുപ്തനല്ല, വിഷ്ണു ശർമ്മ. പക്ഷേ വിഷ്ണു ശർമ്മയും വിഷ്ണുഗുപ്തനും ഒന്നാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത് ചാണക്യനാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്തരം ചാണക്യ വചനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ വന്നത് എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഈ വിഷ്ണു ശർമ്മ എന്ന പേര് എങ്ങനെയാണ് വായിക്കുന്ന ആളുകൾ ഓർത്തിരിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം, പഞ്ചതന്ത്രം കഥകൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴും അവൈലബിളാണ്. ഇപ്പോഴും കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ മറ്റ് മാധ്യമങ്ങളിലും TV പ്രോഗ്രാമുകളിലും എല്ലാം നമ്മൾ പഞ്ചതന്ത്രം കഥകളെ പറ്റി കേൾക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഞ്ചതന്ത്രം കഥയുടെ ആ ഒരു പുറംചട്ട എടുത്ത് നോക്കുകയാണെങ്കിൽ എഴുതിയ ആൾ ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ വിഷ്ണു ശർമ്മ എന്ന് കാണും. പിന്നെ പരിഭാഷപ്പെടുത്തിയ ആളുടെ പേരും കൂടി കാണും. ആരാണ്, ഏതിൽ നിന്നാണ് എടുത്തത്, ഏത് ഐതിഹ്യത്തിൽ നിന്നാണ് എടുത്തതെന്നുള്ളത്. പക്ഷേ പഞ്ചതന്ത്രം കഥയുടെ പിതാവെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു ശർമ്മ എന്ന് തന്നെ എല്ലാ മാഗസിനിലും കാണും, നമ്മളെ പേര് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിഷ്ണു ശർമ്മ ഇതെല്ലാം എഴുതിയത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്, അതും സംസ്കൃതത്തിലാണ്. പക്ഷെ നമ്മൾ വായിക്കുന്നതോ മലയാളത്തിൽ, അതും അടുത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ലൈബ്രറി അത് കാണും. എല്ലാ ലൈബ്രറിയിലും മേടിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാ സ്കൂൾ ലൈബ്രറികളിലും മേടിച്ച് വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്കിതെല്ലാം അവൈലബിളുമാണ്. പക്ഷേ എത്ര പേര് കേട്ടിട്ടുണ്ട്? അത് വെറും കഥയല്ലേ, അതിലെന്തിരിക്കുന്നു, കുട്ടിക്കഥകൾ. അതിലെന്താണ് കാര്യം? ഇതെന്തിനാണ് ഈ പഞ്ചതന്ത്രം കഥ, എന്തിനു വന്നു ഈ പഞ്ചതന്ത്രം കഥ? അതും ചാണക്യനുമായി എന്തു ബന്ധം? അതും വിഷ്ണു ശർമ്മയും വിഷ്ണുഗുപ്തനും, വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത് ചാണക്യനാണ്, വിഷ്ണു ശർമ്മയും ചാണക്യൻ തന്നെയാണ് എന്ന് പറയാൻ എന്താണ് കാരണം? കാരണം ഇതിൻ്റെ പഴക്കമാണ്, ഈ കഥയുടെ പഴക്കം 2000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതായുണ്ട്. 2000 അല്ലെങ്കിൽ 3000 നമുക്കറിയില്ല. 2000 വർഷത്തോളം പഴക്കം എന്നാണ് പ്രധാനമായും കേട്ടുകഴിവുള്ളത്. 5000 വർഷം വരെ പഴക്കം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് സംസ്കൃത ശ്ലോകമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് പഞ്ചതന്ത്രം കഥ ഉണ്ടായത്? പഞ്ചതന്ത്രം കഥ ഉണ്ടായത് ഒരിടത്ത് ഒരു രാജാവുണ്ട്. രാജാവിന് ഒരുപാട് പേരൊക്കെ ഉണ്ട്. സംഭവം ഞാനത്ര വിശദീകരിച്ച് പറയുന്നില്ല, അതൊന്ന് ചുരുക്കി പറയുകയാണ്. ഒരു രാജ്യത്തെ ഒരു രാജാവ്, ആ രാജാവ് രാജ്യം നല്ല രീതിയിൽ നടത്തുകയെന്ന് പ്രജകളുടെ ക്ഷേമങ്ങളിലൊക്കെ സഹായിക്കുന്ന ഒരു രാജാവ്. ആ രാജാവിന് 3 ആൺകുട്ടികളുണ്ടായിരുന്നു. വരുന്ന തലമുറ അവരാണ് 3 രാജാക്കന്മാരായി അവർ മാറണം. അപ്പോൾ ഈ കുട്ടികൾ വളരെ മടിയന്മാർ, ഒന്നും പഠിക്കത്തില്ല. അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് എപ്പോഴും കളിച്ച് നടന്നാൽ മതി, അവർക്ക് വേറെ ഒന്നും അറിയണ്ട. അവർക്ക് രാജാവിൻ്റെ മക്കളാണല്ലോ,
കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങൾ, ഇഷ്ടം പോലെ ഭക്ഷണം, എവിടെ ചെന്നാലും സ്വീകരണം, അങ്ങനെ അവരെ ആഘോഷിച്ച് നടക്കുകയല്ലാതെ ജീവിതത്തിൻ്റെ യാതൊരുവിധ ഉത്തരവാദിത്വവും അവർക്കില്ല. രാജാവ് ചിന്തിച്ചു, എൻ്റെ കാലശേഷം ഇവരെങ്ങനെ രാജ്യം ഭരിക്കും ഈ പോക്ക് പോയാൽ. അപ്പോൾ അവർക്ക് മുഴുവൻ നേരം ഇങ്ങനെ സമ്പത്തെടുത്ത് തീർക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആവശ്യമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് ചിന്തിച്ചു, എങ്ങനെയാണ് ഇവരെ രാജ്യത്തിൻ്റെ ഭാരം ഏൽപ്പിക്കുക. കാരണം ഇവർ ഭാരമൊന്നും ഏൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇവർക്ക് അടിച്ചുപൊളിയാണ് ഇഷ്ടം. രാജ്യത്ത് യുദ്ധമുണ്ട്, അതുപോലെ തന്നെ രാജ്യഭാരങ്ങളാക്കണം, പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കണം, കഷ്ടപ്പെടുന്ന പ്രജകളെ സഹായിക്കണം, ഖജനാവിൻ്റെ സൂക്ഷിപ്പ്, കണക്കുകൾ എല്ലാം ഏൽപ്പിക്കണം. ഈ മടിയന്മാരും ദുരാഗ്രഹികളും ധാരാളത്വത്തിൽ നടക്കുന്ന ഈ കുട്ടികളെ വളർന്നു കഴിയുമ്പോൾ എങ്ങനെ രാജ്യഭാരം ഏൽപ്പിക്കും, അല്ലെ രാജ്യം പകുത്തു നൽകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ രാജാക്കന്മാരാക്കി മാറ്റും. ഒരു ഭാവിയിലൊരു യുദ്ധം ചെയ്തിട്ട് ഇവരെങ്ങനെ ശക്തരായി തീരും, ഇതൊന്നും ഇവർക്ക് അറിയണ്ട. ഇവർക്ക് ഫുൾ ടൈം വിനോദങ്ങളിലാണ് ഇവർ നടക്കുക. ഒരുപാട് ഗുരുക്കന്മാരെ രാജാവ് കൊണ്ടുവന്നിട്ട് അവരെയെല്ലാം ഇവർ ഓരോ കെണിപ്പെടുത്തി കുട്ടികൾ ഉപദ്രവിച്ചു വിടും. അപ്പോൾ അങ്ങനെ വന്നു രാജാവ് വളരെയധികം ദുഃഖിതനായി. കാരണം രാജാവിൻ്റെ കുട്ടികളായതുകൊണ്ട് ഗുരുക്കന്മാർക്ക് തല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും ധൈര്യവുമില്ല. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മന്ത്രി പറഞ്ഞു, ഒരു വൃദ്ധനായൊരു ബ്രാഹ്മണനുണ്ട്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ പാഠം പഠിപ്പിക്കാൻ പറ്റും. ഒരുപാട് വിഷയങ്ങളെപ്പറ്റി അറിവുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് ഏത് കാര്യവും നിസ്സാരമാണ്, അദ്ദേഹത്തിന് അത്ര ബുദ്ധിശക്തിയാണ്. അപ്പോൾ ഈ കുട്ടികളെ പഠിപ്പിക്കാണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വിഷ്ണു ശർമ്മ എന്നാണ് ആളുടെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ചരിത്രം പറയുന്നു, വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ചാണക്യനാണ് ആ വന്നത് എന്ന് പറയും. കാരണം ചാണക്യനെ കൊണ്ട് മാത്രമേ ഇത്തരം ഒരു ചിന്ത ചിന്തിക്കാനും ഇത്തരം ഒരു കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞു കൊടുക്കുവാനും വളരുന്ന കാലത്ത് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അവ തരണം ചെയ്യാൻ ആ വിഷയങ്ങൾ ഉപയോഗിക്കാനുള്ള കഴിവും കൊടുക്കാൻ സാധിക്കും. അത് കഥകളുടെ രൂപത്തിലാക്കിയ കാര്യമാണ് ഇനി പറയാൻ പോകും. അപ്പോൾ നമുക്ക് അനുമാനിക്കാം ചാണക്യനാണ് വന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ വിഷ്ണു ശർമ്മ കൊട്ടാരത്തിൽ എത്തി. അവരുടെ ഉദ്യാനത്തിൽ കുട്ടികളെല്ലാം കളിച്ചു നടക്കുകയാണ്. രാജാവ് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിക്കാനായിട്ടൊരു ഗുരു എത്തിയിട്ടുണ്ട്, നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. കുട്ടികളെ സമ്മതിച്ചു. അവിടെ ചെന്നു. ഉദ്യാനത്തിൽ എല്ലാവരും ഇരിക്കുകയാണ്, ഒരു മരച്ചോട്ടി ഇരിക്കുകയാണ്. കുട്ടികൾ പറഞ്ഞ്, ഞങ്ങൾക്ക് പഠിക്കാനൊന്നും ഇഷ്ടമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരോരോ വികൃതികൾ കാണിക്കുന്നു. പിന്നെ വിഷ്ണു ശർമ്മ ഒരു ഉപായം പറഞ്ഞു, നമുക്ക് പഠിക്കണമെന്നൊന്നുമില്ല, പഠിക്കണ്ട, നിങ്ങളോടൊപ്പം ഞാനും കൂടാ കളിക്കാനായിട്ട് എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷമായി. നമ്മുടെ കൂടൊപ്പം ഗുരുനാഥനും ഉണ്ടല്ലോ കളിക്കാൻ, അപ്പം ഗുരുവിനെ പേടിക്കുകയൊന്നും വേണ്ട എന്ന് ചിന്തിച്ചു. പക്ഷേ നമുക്ക് കളിച്ച് രസിക്കുന്നതിന് മുമ്പ് നമുക്കൊരു കഥ പറഞ്ഞാലോ എന്ന് വിഷ്ണു ശർമ്മ ചോദിച്ചു. അപ്പോൾ യുദ്ധങ്ങളുടെ അടവ് ന്യായങ്ങൾ, തന്ത്രങ്ങൾ തുടങ്ങിയവ ഒരു കഥയുടെ രൂപത്തിലാക്കി ഈ കുട്ടികളെ പറഞ്ഞു കേൾപ്പിച്ചു. ഇതാണ് പഞ്ചതന്ത്രം കഥ എന്ന് നമ്മൾ അറിയപ്പെടുന്ന കാര്യം. അപ്പോൾ വലിയ കാര്യങ്ങളെ കുട്ടികളുടെ രൂപത്തിൽ ഒരു കുട്ടിക്കഥകളാക്കി വിഷ്ണു ശർമ്മ പറഞ്ഞ് ഈ കുട്ടികളെ മനസ്സിലാക്കി. മാസങ്ങൾ കടന്നു പോകവേ കുട്ടികൾക്ക് മനസ്സിലായില്ല. അവർ കഥ കേൾക്കാനാകുമ്പോൾ ഒരു ദിവസം ഇരുന്ന് കഥ അങ്ങ് കേട്ടോളൂ. കഥ എത്ര കേട്ടാലും നമുക്ക് ബോറടിക്കുകയില്ല. പഠിക്കാൻ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്തിയിട്ട് പോകണം, എഴുന്നേറ്റ് പോകണം, സ്ഥലം വിടണം, പഠിക്കാൻ മടി തുടങ്ങിയ കാര്യങ്ങൾ, ഉറക്കം വരിക തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കും. പക്ഷെ കഥ കേൾക്കാനാണെങ്കിൽ ഒരു കഥയ്ക്ക് ശേഷം അടുത്ത കഥ, അതിന് ശേഷം അടുത്ത കഥ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കേട്ടിരുന്നു. ഓരോ കഥയുടെയും ഇടയ്ക്ക് വിഷ്ണു ശർമ്മ ഒരു ചോദ്യം ചോദിക്കും. അപ്പോൾ കുട്ടികൾ ഉത്സാഹത്തോടെ അതിന് ഉത്തരം പറയും. അപ്പോൾ കുട്ടികൾ പോലും അറിയാതെ കുട്ടികൾ പാഠങ്ങൾ പഠിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഇത് കഥയുടെ രൂപത്തിലേക്ക് വിഷ്ണു ശർമ്മ മാറ്റി. ചോദ്യം ചോദിക്കുമ്പോൾ സീരിയസ് ആയ ചോദ്യം ചോദിക്കും, കുട്ടികൾ കഥയിലുള്ള ഉത്തരം പറയും. അപ്പോൾ കുട്ടികളുടെ മനസ്സിലും ഇത് പതിഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവരെല്ലാം മിടുക്കന്മാരായ രാജാക്കന്മാരായി മാറി. രാജാവിന് സന്തോഷമായി. അപ്പോൾ കുട്ടികളെ മിടുക്കന്മാരാക്കി നല്ലൊരു രാജ്യത്തിൻ്റെ ദൗത്യമൊക്കെ ഏൽപ്പിക്കാൻ പറ്റിയവന്മാരാക്കി എന്നുള്ളത് മനസ്സിലാക്കി വിഷ്ണു ശർമ്മയ്ക്ക് സമ്മാനങ്ങൾ അധികം വാങ്ങിയില്ലെന്നാണ് പറഞ്ഞത്.
ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് സമ്മാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു ശർമ്മ യാത്ര ചെയ്യുമെന്ന് പറയും. ഇത് ചാണക്യനാണെന്ന് പറയും. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. ഒരു പഞ്ചതന്ത്രം കഥ. പഞ്ചതന്ത്രം കഥകളെല്ലാം ഒന്നും എല്ലാവർക്കും കിട്ടാനൊന്നുമില്ല. പഞ്ചതന്ത്രം എന്ന് പറയുന്നത് വെറും 5 കഥകളല്ല തന്നെ. കാരണം 5 കഥകളുള്ളതെന്ന് കേട്ടിട്ടുണ്ട്, 10 കഥകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, കുറേയധികം കഥകളുണ്ട്. അതിന് 5 ഭാഗങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ടുകേൾവിയുള്ള ഒരു കഥ പറയാം ഇന്ന്, ബാക്കിയുള്ള കഥകൾ വഴിയും. അപ്പോൾ എങ്ങനെയാണ് വിഷ്ണു ശർമ്മ പറഞ്ഞ ഒരു കഥ, പഞ്ചതന്ത്രം കഥ? അപ്പോൾ പഞ്ചതന്ത്രം കഥയിൽ ഇങ്ങനെയാണ് കഥ. ഒരു മുയൽ, ആ മുയൽ ഒരു സിംഹത്തെ തോൽപ്പിച്ചു എന്ന കഥ. ഈ കഥ പലരും കേട്ടിട്ടുണ്ടോ? കാരണം ഇത് കേട്ടുകഴിവുള്ള കഥയാണ്. ചിലർ കേട്ടിട്ടുണ്ടാവില്ല, ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. മുയൽ എങ്ങനെയാണ് സിംഹത്തെ തോൽപ്പിച്ചത്? ഒരു മുയലിന് സിംഹത്തെ തോൽപ്പിക്കാൻ കഴിയുമോ? ഈ കഥ വിഷ്ണു ശർമ്മ കുട്ടികളോട് പറയുകയാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു സിംഹം എല്ലാ മൃഗങ്ങളെയും ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കൊന്നുരസിക്കുമായിരുന്നു. അത് ആ ഒരു സിംഹത്തിൻ്റെ വിനോദമായിരുന്നു. അപ്പോൾ ആ സിംഹത്തെ പേടിച്ച് ഒരിക്കലും മൃഗങ്ങളൊന്നും പുറത്തിറങ്ങാറില്ല. അപ്പം ഈ സിംഹം വന്നാൽ കാടടച്ച് മുഴുവൻ എല്ലാ ജീവികളെയും ദ്രോഹിക്കും. അപ്പോൾ എന്താണ് കുഴപ്പം? ജീവികളെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. ഓരോ ദിവസവും ഓരോ മൃഗം സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് എത്താം. സിംഹം കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം കൂട്ടത്തോടെ കൊല്ലരുത് എന്ന ആജ്ഞയുമായിട്ട് ഒരു അപേക്ഷയുമുണ്ട്. ആജ്ഞ വയ്ക്കാൻ പറ്റില്ല സിംഹരാജാവ്. അപ്പോൾ അപേക്ഷയുമായിട്ട് സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ചെന്നു. അപ്പോൾ സിംഹത്തിന് തോന്നി നല്ലൊരു പ്ലാനാണല്ലോ. അപ്പോൾ സിംഹം സമ്മതിച്ചു. ഓരോ ദിവസവും ഓരോ മൃഗം വരട്ടെ, മൃഗം വന്നില്ലെങ്കിൽ ഞാൻ കാട് മുഴുവൻ ആക്രമിക്കും. ഓരോ ദിവസം പേടിയോടുകൂടി ഓരോ മൃഗവും സിംഹത്തിൻ്റെ ഗുഹയിലേക്ക് ചെല്ലും. മറ്റ് മൃഗങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി ജീവിച്ചു തുടങ്ങും. അപ്പോൾ പോകുന്ന മൃഗത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ കുറേ നാളുകൾ കഴിയും. അപ്പം ഈ നമ്മുടെ കഥയിലെ കഥാപാത്രമായ മുയലിൻ്റെ ഊഴം വന്നു. അപ്പോൾ ഈ മുയലിൻ്റെ ഊഴം വന്നപ്പോൾ മുയൽ അല്പം ബുദ്ധിമാനായ മുയലാണ്. ആ മുയലാണ് സിംഹത്തിന് ഇരയാകാനായിട്ട് ഗുഹയിലേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ ഈ മുയൽ എന്ത് തീരുമാനിച്ചു? ഇതിന് എന്തെങ്കിലും തന്ത്രം വേണം എന്ന് കരുതി ആലോചിച്ച് പതിയെ ചെന്നപ്പോൾ സമയമങ്ങൾ വൈകുന്നേരമായി. അപ്പോൾ ഉച്ചയ്ക്ക് വിശന്ന് സഹിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് ഈ സിംഹം. മനസ്സിലാക്കുക, ഈ സിംഹം വിശന്ന് രക്ഷയില്ലായിരിക്കുക. അപ്പോൾ സിംഹം വിശന്ന് രക്ഷയില്ലാതിരിക്കുമ്പോൾ സിംഹം തീരുമാനിച്ചു ഇന്ന് തന്നെ കാട് മുഴുവൻ ആക്രമിക്കാം. അപ്പോൾ കാട് ആക്രമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മുയൽ വന്നത്. അപ്പം മുയൽ വന്നു കയറി മുയലിനോട് പറഞ്ഞു, നിന്നെയും കൊന്നിട്ട് ഞാൻ എല്ലാ മൃഗങ്ങളെയും കൊല്ലാൻ പോവുകയാണ്. അപ്പം മുയൽ പറഞ്ഞു, സിംഹരാജ ക്ഷമിക്കണം, ഞാൻ വരുന്ന വഴിക്ക് വേറൊരു ഗുഹയിൽ നിന്ന് ഒരു സിംഹം എന്നെ വെല്ലുവിളിച്ചു. ഈ സിംഹം, നിങ്ങളുടെ സിംഹം രാജാവ് ഞാനാണ്, മറ്റേ സിംഹമല്ല, അല്ലെങ്കിൽ താങ്കളല്ല എന്ന് വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിംഹം പറഞ്ഞു, എങ്കിൽ അവനെ എന്നേക്ക് കാണിച്ചതാണ്, ഞാൻ അവനെ വക വരുത്തിയിട്ട് നിന്നെ ഞാൻ തിന്നോളാം. അങ്ങനെ ഈ മുയലിനോടൊപ്പം ഈ സിംഹം യാത്രയായി ചെന്നു കഴിഞ്ഞ് മുയലിനെ കൊണ്ടുചെന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിണറിൻ്റെ അടുത്തോട്ടാണ്. അതിലെ കുറച്ച് വെള്ളമുണ്ട്, വളരെ ആഴമുള്ളവർ കണ്ടതാണ്. അപ്പോൾ ഈ കിണറിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ സിംഹം കണ്ടത് സ്വന്തം രൂപത്തെയാണ് വെള്ളത്തിൽ. സിംഹം നോക്കുമ്പോൾ ഒരു ഗുഹയ്ക്കകത്തിരുന്ന് വേറൊരു സിംഹം നോക്കും. അപ്പോൾ ഈ സിംഹം ഒന്ന് അലറി നിൽക്കും. അപ്പോൾ കിണറ്റിനകത്തുനിന്ന് ശബ്ദം തിരിച്ച് എഫക്റ്റ് തിരിച്ചു വരും. അപ്പോൾ ആ സിംഹം അലറുന്നു. ദേഷ്യത്തോടെ ഈ സിംഹം ഈ കിണറ്റിലേക്ക് എടുത്തിയാണ് സിംഹത്തിൻ്റെ കഥകൾ. അതോടുകൂടി ഈ കാട് രക്ഷപ്പെട്ടു. ഈ മുയൽ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു. അതായത് ഒരു ചെറിയ മുയൽ ബുദ്ധിപരമായി പ്രവർത്തിച്ചപ്പോൾ ശക്തനായ ഒരു മൃഗത്തെ പോലും തോൽപ്പിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത്. പിന്നെ മറ്റൊരു പഞ്ചതന്ത്രം കഥയിൽ കൂടി പറയുന്നത്, ഈ മുയൽ ഇതുപോലെ തന്നെ തോൽപ്പിച്ച പോലെ തന്നെ ഒരു
കാട്ടിൽ അഹങ്കാരിയായ ഒരു ആനയുണ്ട്. ആ ആന എല്ലാ മൃഗങ്ങളെയും ഉപദ്രവിക്കും. അപ്പം ധിക്കാരവും അഹങ്കാരത്തിനെയും ചെറുക്കാനായിട്ട് ഏതൊരു നിസ്സാരനായ ഒരു വ്യക്തിക്കും സാധിക്കും. ശക്തിയിൽ വലിയ കാര്യമില്ല, ബുദ്ധി തന്നെയാണ് കാര്യമെന്നാണ് ഇതിൽ പറഞ്ഞു വരുന്ന അർത്ഥം. അപ്പോൾ ഈ ആന എല്ലാ മൃഗങ്ങളെയും പേടിപ്പിക്കും. അപ്പോൾ ഒരു ഉറുമ്പ് അവനുള്ള ഭക്ഷണം ചുമന്നുകൊണ്ട് വരികയും, അപ്പോൾ ഭക്ഷണം ചുമന്നുകൊണ്ട് വരുന്ന ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ആന വെല്ലുവിളിച്ചു ഉറുമ്പിനെ. എടാ ഉറുമ്പേ, നീ ഈ കൊണ്ടുപോകുന്ന ഭക്ഷണം എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോകാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം വന്നു? എന്നെ കാണുമ്പോൾ എല്ലാ മൃഗങ്ങളും ഒളിച്ച് ഇരിക്കും. അപ്പം നീ എന്തിനാണ് എൻ്റെ മുന്നിൽ കൂടി ധൈര്യത്തോട് വരും? നീ എന്നെ പേടിക്കണമെന്ന്. അപ്പം ഉറുമ്പ് പറഞ്ഞു, ഞാനുള്ള കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്നെ പേടിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ഉറുമ്പ് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭക്ഷണ സാധനം ഈ ആന തുമ്പിക്കൈക്ക് എടുത്തു, എന്നിട്ട് കളഞ്ഞു. അപ്പോൾ ഈ ഉറുമ്പിന് ദേഷ്യം. ഉറുമ്പ് എന്ത് ചെയ്തു? ഈ തുമ്പിക്കൈക്കകത്തോട്ട് കയറി. തുമ്പിക്കൈക്കകത്തോട്ട് കയറിയിട്ട് ഉറുമ്പ് കടിക്കാൻ തുടങ്ങി. ആനയ്ക്ക് ഒരു രക്ഷയില്ല. എത്ര ചീറ്റിയിട്ടും ഈ ഉറുമ്പ് തെറിച്ച് പോകുന്നില്ല. തെറിച്ച് പോകാതെ വരികയും ആന കടന്ന് അവശനായി വീണു പോകുന്നൊരവസ്ഥയിലുണ്ട്. അപ്പം ഉറുമ്പിനോട് ആന ക്ഷമയാചിച്ചു. അപ്പോൾ ഉറുമ്പ് പുറത്തു പോകും. അപ്പം പറഞ്ഞു, നിൻ്റെ ശക്തിയിലോ വലുപ്പത്തിലോ കാര്യമില്ല. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇപ്പം മനസ്സിലായെന്ന്. അങ്ങനെ ഈ ആനയുടെ അഹങ്കാരം കുറഞ്ഞു. അപ്പോൾ ഇത്തരം കഥകളിലൂടെ വലിയ ആശയങ്ങളെ ചെറിയ കഥയിലൂടെയാണ് വിഷ്ണു ശർമ്മ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്ന് പറഞ്ഞ ചാണക്യൻ കുട്ടികൾക്ക് പഞ്ചതന്ത്രം കഥയുടെ രൂപത്തിൽ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ചില അറിവുകൾ ഉച്ച പ്രായത്തിലെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തി പ്രവർത്തിച്ചോളുമെന്ന് നമുക്ക് അനുമാനിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വശമെത്തുമ്പോൾ ചില കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവ് കുറവുകൾ ചിലരെ മണ്ടത്തരത്തിൽ കൊണ്ടുവന്ന് അടിക്കാറ്. അതായത് കർക്കശമായി നിൽക്കേണ്ടവിടത്ത് കർക്കശമായി നിൽക്കണം, പണം വാങ്ങേണ്ടവിടത്ത് പണം വാങ്ങണം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ ചിലർക്ക് മടിയുണ്ടാവും. ചിലപ്പോൾ സത്യസന്ധത വിട്ട് ഒന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ അവർക്ക് സാധിക്കാതെ വരും. അപ്പോൾ എല്ലാ ഭാഗത്തും സത്യസന്ധത അത്ര ശരിയായ കാര്യമല്ല. സത്യസന്ധത നല്ലതാണ്, ദാനശീലങ്ങൾ നല്ലതാണ്. പക്ഷേ ചില സമയങ്ങളിൽ സത്യസന്ധതയ്ക്ക് പ്രാധാന്യമില്ലാത്ത ചില സമയങ്ങളുണ്ടെന്നാണ്. പ്രാക്ടിക്കലായ ഒരു ലൈഫ് തിരഞ്ഞെടുക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതുമാണ്. കുട്ടികളോട് അത്തരം വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ ഇത്രയും വലിയൊരു ആശയം പാഠങ്ങളായി പഠിപ്പിക്കണമെങ്കിൽ കാലങ്ങളെടുക്കും. പക്ഷെ അതിന് ഉള്ളിൽ അത്ര ഒരു കാര്യത്തെപ്പറ്റി ചെറിയൊരു കഥയിലൂടെ ചാണക്യൻ പറഞ്ഞ് കുട്ടികളെ മനസ്സിലാക്കി. ഈ കഥയാണ് പഞ്ചതന്ത്രം കഥ. അപ്പോൾ ഇതൊരു മോട്ടിവേഷനാണ്. ഈ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഗുണപാഠമായിട്ട് എടുക്കണമെങ്കിൽ ഗുണപാഠമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതൊരു കുറ്റകരമായ കാര്യം എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും ഒന്ന് ദ്രോഹം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് അനുമാനിക്കാം, അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു പ്രവൃത്തിയിലൂടെ ഒരാൾ രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് അനുവദിക്കാം. കേൾക്കുന്നയാൾ ഏത് സെൻസിൽ എടുക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ബാക്കി കാര്യം മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു ഓരോ മാസങ്ങളിൽ ജനിക്കുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മാസം സെപ്റ്റംബർ മാസം ജനിച്ച ആളുകളുടെ പ്രത്യേകതകളാണ്. 27 നക്ഷത്രത്തിൽ ജനിച്ച ആളുകളായിക്കോട്ടെ, സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എന്താണ് അവരുടെ സ്വഭാവത്തിനൊരു പൊതു സ്വഭാവം, ആ സ്വഭാവം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾക്ക് സ്വന്തം തെറ്റ് അംഗീകരിക്കാനുള്ള കഴിവ്. നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ പിടിവാശിയോടെ കൂടെ നിൽക്കും. നമ്മുടെ ഭാഗമാണ് ശരിയെന്ന് നമ്മൾ വാദിക്കാറുണ്ട്. പക്ഷേ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾ സ്വന്തം തെറ്റിനെ അംഗീകരിക്കും. അത് 27 നക്ഷത്രത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, അവർ സ്വന്തം തെറ്റിനെ അംഗീകരിക്കും. അപ്പോൾ തെറ്റ് അംഗീകരിക്കാനുള്ളൊരു മനസ്സ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ട്. ഇനി അടുക്കും ചിട്ടയും വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളത് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ ഒരു പിടിവാശിയായ കാര്യമാണ്. കാരണം എല്ലാ കാര്യത്തിലും വൃത്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ അടുക്കും ചിട്ടയും ജീവിതത്തിനുടനീളം വേണമെന്ന് സെപ്റ്റംബർ മാസത്തിലുള്ളവർ ചിന്തിക്കും. ചില സമയങ്ങളിൽ ചില കാര്യങ്ങളെപ്പറ്റി അമിതമായി ഇവർ ചിന്തിക്കാറുണ്ട്. അങ്ങനെയല്ല, ടെൻഷൻ പ്രോബ്ലങ്ങളൊക്കെ വരാറുണ്ട്.
പിന്നെ ദൈവവിശ്വാസം ഇവർക്കുണ്ട്. ദൈവവിശ്വാസം ഇവർക്കുണ്ട്. മതപരമായ വിശ്വാസമുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുക, അത്തരം സോഷ്യൽ വർക്കുകൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടമാണ്. മതപരമായത് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പിന്നിൽ പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്ക് ഇഷ്ടമാണ്. ഒരുപാട് വായനാശീലമുള്ള ആളുകളാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾ. ഒരുപാട് വായനാശീലമുള്ളവരാണ്. ഒരുപാട് വായനാശീലമുള്ള ആളുകളായതുകൊണ്ട് കൂടുതൽ അറിവ് ഇവർക്കുണ്ട്. എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സിന് ഉടമയാണ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾ. ഏതൊരു കാര്യത്തിലുള്ള ഉത്തരവാദിത്വവും ഇവർ ഏറ്റെടുക്കും. ഇനി കാര്യങ്ങളെ ലളിതമാക്കും. കാര്യങ്ങളെ ലളിതമാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കട്ടിയായ ഒരു ആശയമാണ്. പല ആളുകൾക്കും അതേപ്പറ്റി ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യത്തെപ്പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ഒരു വ്യക്തി ബുദ്ധിമുട്ട് പഠിച്ച കാര്യങ്ങളെ വളരെ ലളിതമായ രീതിയിൽ ആശയവിനിമയത്തിലൂടെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ കുഴപ്പം പിടിച്ച ആശയങ്ങളെയെല്ലാം ലളിതമായി അതിനെ ലളിതവൽക്കരിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകൾക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തായിട്ട് ഇവരുടെ ബുദ്ധിശക്തിയാണ് എടുത്ത് പറയുന്നത്. ബുദ്ധിശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തി ഇവർക്കുണ്ട്. ഒപ്പം വായനാശീലമുണ്ട്, ബുദ്ധിശക്തിയുണ്ട്, സാമർഥ്യമുണ്ട്, പിന്നെ വേഗതയുണ്ട്. കാര്യങ്ങൾ ചെയ്യാനുള്ള വേഗത, ആശയവിനിമയം നടത്താനുള്ള വേഗത, കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള വേഗത, കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനുള്ള വേഗത തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്കുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പറ്റിയ ജോലിയാണ് ഗവേഷണം പോലുള്ള ജോലികൾ. സോഷ്യൽ വർക്കറാവുക, അധ്യാപകരാവുക, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആവാം, ബ്രോക്കറാവാം, ഇടനില പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ കസ്റ്റമർ കെയർ ആവാം, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ കടയിൽ സെയിൽസ്മാൻ ആവാം, എന്ത് വേണേലോ. അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ലളിതമാക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കമ്മ്യൂണിക്കേഷൻ വേണ്ട ജോലികൾ ഇവർക്ക് എളുപ്പമാണ്. എൻജിനീയറിങ് ജോലികൾ ഇവർക്ക് പറ്റും. അങ്ങനെയുള്ള ജോലികളെല്ലാം ഇവർക്ക് പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലായി സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ പൊതു സ്വഭാവം. ഇത് അശ്വതി മുതൽ രേവതി വരെയുള്ള ആളുകളുടെ സെപ്റ്റംബർ മാസത്തിൽ ജനിച്ച ആളുകളുടെ എല്ലാം പൊതു സ്വഭാവം ഒന്ന് തന്നെയാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നു, നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. പൊരുത്തത്തെപ്പറ്റി നമ്മൾ സംസാരിച്ചു, ഒരുപാട് സംസാരിച്ചു. ആ വീഡിയോകളെല്ലാം കണ്ട ആളുകൾക്ക്, ഇപ്പോൾ പാമശ്രീയുടെ വീഡിയോയിലായിരുന്നു അതിലും ഉണ്ടായിരുന്നു, അതിന് ബാക്കിയായിട്ട് ഞാൻ പറയുമായിരുന്നു. അവസാനം വെച്ച് കണ്ടവർക്കാണ് അത് മനസ്സിലാവുക. പാതി വഴിയിൽ നിന്ന് കാണാച്ച നിർത്തിയവർക്ക് ആ ഒരു രഹസ്യം, വലിയൊരു രഹസ്യം മനസ്സിലാവുകയില്ല. അപ്പോൾ ആ വീഡിയോകളിൽ അവസാനമായി ഞാൻ ഒരു കാര്യം പറയുമായിരുന്നു, പൊരുത്തത്തിൻ്റെ ഒരു സീക്രട്ടിനെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പൊരുത്തമല്ല. ഇന്ന് നമ്മൾ പൊരുത്തത്തിനെ കഴിഞ്ഞു. പൊരുത്തത്തിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അശ്വതി മുതൽ രേവതി വരെയുള്ളതിലെല്ലാം ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് രേവതി മുതൽ അശ്വതിയിലേക്ക് തിരിച്ചു പോകും, റിവേഴ്സ് ഓർഡറിലേക്ക് പോവുകയാണ്. സാധാരണ നമ്മൾ കേട്ട് ശീലമുള്ള എങ്ങനെയാണ്, അശ്വതി മുതൽ രേവതി വരെയാണ്. നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുക, രേവതിയിൽ നിന്ന് അശ്വതിയിലേക്ക് യാത്ര ചെയ്യുക. പൊരുത്ത നക്ഷത്രത്തെ പറ്റിയല്ല, ഒരു സമ്പൂർണ്ണ സ്വഭാവ സവിശേഷ വിശകലനം നടത്താൻ പോവുക. മുമ്പ് ഞാൻ നക്ഷത്രത്തിൻ്റെ പൂർണ്ണരൂപം പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണ സ്വഭാവം. പക്ഷെ അതിൽ നിന്നും കൂടുതൽ അറിവുകൾക്ക് ശേഖരണത്തിനൊടുവിലായിട്ട് നമ്മൾ രേവതിയിൽ നിന്ന് റിവേഴ്സ് അശ്വതിയിലേക്ക് പോവുകയാണ്. എല്ലാ വീഡിയോയുടെയും അവസാന ഭാഗത്തിൽ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റം കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പാമശ്രീയുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു അഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കയ്യിൽ നല്ല സിമ്പിളുകൾ ഏതെല്ലാമെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ സിമ്പിളുകൾ കൃത്രിമമായിട്ട് അഫർമേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മനഃശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ കൈകളിൽ വരുത്താൻ സാധിക്കും. അതിൻ്റെ ബാഹ്യവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക, വെച്ച് കാണുക, മനസ്സിലാക്കുക. അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വീഡിയോകൾ വെച്ച് കണ്ടാൽ മതി. അപ്പോൾ ഇനി പറയാനുള്ള കാര്യം രേവതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകൾ. രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അവസാന നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ നമ്മൾ അവസാനത്തെ നക്ഷത്രത്തെയാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത്. വളരെ കലാപരമായ കഴിവുകളുള്ള നക്ഷത്രമാണ് രേവതി നക്ഷത്രം. വളരെയധികം കലാകാരായ ആളുകളാണ് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നത്. പക്ഷേ ലളിതമായൊരു ജീവിതമാണ് ഇവർ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നത്, ലളിതമായൊരു ജീവിതം. അപ്പോൾ ഈ ലളിതമായ ജീവിതം ഉള്ളതുകൊണ്ട് തന്നെ ഈ കലാപരമായ കഴിവുകൾ ഉപയോഗിച്ച് ജീവിതത്തിൽ അങ്ങറ്റത്ത് ഉയരങ്ങളിലെത്തി, അല്ലെങ്കിൽ മൾട്ടി മില്യണിയർ പോലെ വലിയ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് യാത്രകൾ നടത്തുന്നത്, വലിയ വലിയ കപ്പൽ വ്യവസായത്തിലൊക്കെ അങ്ങനെ
രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള രേവതി നക്ഷത്രക്കാർ വളരെ കുറച്ചു. ആ ലെവൽ വരെ പോകാൻ സാധിക്കും. ഒന്നുമാകാത്ത രേവതി നക്ഷത്രക്കാരുമുണ്ട്. പക്ഷെ കലാപരമായ കഴിവ് അവരിൽ ഒളിച്ചിരിക്കുകയാണ്. എണ്ണത്തിൽ കൂടുതൽ കലാപരമായ കഴിവുണ്ട്. ഇതിലേതാണിപ്പോൾ ഉപയോഗിച്ച് വളരേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനും അവർക്കുണ്ട്. കാരണം എടുത്തു മറിക്കുമ്പോൾ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യം അതും വേണേൽ ഒരു കഥ രൂപത്തിൽ നമുക്ക് സംസാരിക്കാം. ആ ഒരു കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാൾ വന്നിച്ച് നമ്മളോട് പറയുകയാണ്, എനിക്ക് ഇനിയൊരു കഴിവുണ്ട്, പടം വരയ്ക്കാൻ ഒരു കഴിവുണ്ടെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം അയാൾ പടം വരച്ചത് നമ്മൾ കണ്ടു, പടം കൊള്ളാം. പടം വരച്ച് കണ്ടു കഴിഞ്ഞ ഉടനെ അയാൾ പറയുകയാണ് പാട്ട് പാടാൻ എനിക്ക് കഴിവുണ്ടെന്ന്. പാട്ട് പാടിക്കഴിഞ്ഞിരിക്കുക. അപ്പം പാട്ട് പാടിക്കഴിഞ്ഞ് നമ്മൾ കൊള്ളാമെന്ന് പറയും. അപ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് എഴുതാനൊരു കഴിവുണ്ട്, ഞാൻ എഴുതിയൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ കേൾക്കുന്നയാൾ പറഞ്ഞു നമുക്ക് അടുത്ത ദിവസമാവാം എന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിച്ചു? വന്നയാളുടെ മനസ്സ് മുഷിഞ്ഞു. ഇങ്ങനൊരു പ്രശ്നം ചില സമയങ്ങളിൽ രേവതിക്കാരെ അലട്ടാറുണ്ട്. അതായത് കഴിവുകൾക്ക് എണ്ണം കൂടുതലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്, പ്രത്യേകിച്ച് ഇച്ചിരി അസൂയുള്ളൊരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ, രേവതിയോട് നല്ല പൊരുത്തമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്പേഴ്സ് ഇട്ട് കഴിവുകൾ പുറത്തെടുക്കുമ്പോൾ രേവതിയിലുള്ളവർ ചിലപ്പോൾ ഒറ്റയടിക്ക് കഴിവുകളെല്ലാം കൂടി പറയുകയോ അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത ചിലപ്പോൾ കാണിച്ചെന്ന് വരാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് മുഴുവനായി കേൾക്കാനുള്ള ടൈം തികയാതെ വരികയോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ആ വ്യക്തിയെപ്പറ്റി അപഗ്രഥിക്കാൻ കഴിയാതെ വരികയോ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ, അതിനാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ഒരാൾ പറഞ്ഞു പാട്ട് പാടി 5 മിനിറ്റുള്ളിൽ അയാൾ വേറൊരു കലാപരമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതും കൊള്ളാമെന്ന് പറഞ്ഞു. 3 എണ്ണം ആകുമ്പോൾ മറ്റേ ആൾ പറഞ്ഞു ഇനി മതി, ഇനിയിപ്പം നമുക്ക് പിന്നെ ആവാമെന്ന് പറയും. 4ാമതൊരെണ്ണം കൂടി കേട്ടു, 5ാമതൊരെണ്ണം കൂടി കേട്ടു, 6ാമതൊരെണ്ണം കൂടി കേട്ടു. അന്ത്യമില്ലാത്ത രീതിയിൽ തുടരുന്നതായിട്ട് തോന്നുമ്പോൾ അതൊരു ഈർച്ച ചിലപ്പോൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനായി രേവതിക്കാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് അതും ഇവിടെ ഞാൻ പറയുന്നുണ്ട്. ആദ്യത്തെ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ കലാപരമായ പ്രവൃത്തിയെപ്പറ്റി പറയാം. ഒരെണ്ണം പറയുക, അടുത്ത ഒരാഴ്ചത്തേക്ക് അതിനെപ്പറ്റി മാത്രം പറയുക. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു കലാപരമായ കഴിവ് കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് പറയുക. പിന്നെ ഒരാഴ്ചത്തേക്ക് അതും ആദ്യം പറഞ്ഞതും മിക്സ് ചെയ്ത് അവതരിപ്പിക്കുക. അതിനുശേഷം ഈ ആഴ്ചകളുടെ ഗ്യാപ്പ് വെച്ച് ഒരു 6 മാസം കൊണ്ട് നമ്മൾ ആരെന്ന് മറ്റേ ആളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒരു ടൈം ഇൻ്റർവെൽ വരുന്നതുകൊണ്ട് തന്നെ മുഷിച്ചിലോ മടുപ്പോ അനുഭവപ്പെടുകയില്ല ഒരാൾക്ക്. മനസ്സിലായി? അതായത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് പതിയെ ഏതൊരു കാര്യവും പതിയെ ചെയ്യുമ്പോഴാണല്ലോ നമ്മളിലേക്ക് എത്തുക. വേഗത കൂട്ടിക്കഴിഞ്ഞാലോ അല്ലെ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാലോ ഒരു കാര്യത്തിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ പതിയെ ചെയ്യാം. പതിയെ ഒരു വ്യക്തിയിൽ എത്ര കഴിവുകളുണ്ട് എന്നുള്ളത് ഒറ്റയടിക്ക് കാണിക്കാതെ പതിയെ കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കി വരാനും ടൈം എടുക്കും. അപ്പോൾ ആ ടൈം അവിടെ കറക്റ്റാവും. അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ്. അപ്പോൾ കലാപരമായ ധാരാളം കഴിവുള്ള ആളുകളാണ് രേവതിനക്ഷത്രത്തിൽപ്പെട്ടവർ. ഇനി വളരെയധികം ഇവർക്ക് ബുദ്ധിശക്തിയുണ്ട്. ബുദ്ധിശക്തി ഇവരുടെ എടുത്തു പറയേണ്ട കാര്യമാണ്. യുക്തിബോധമുണ്ട്. ഇപ്പം ചില കാര്യങ്ങളൊക്കെ ചിലത് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണെങ്കിൽ അതൊന്നും അത്ര അംഗീകരിച്ച് കൊടുക്കുകയില്ല. അതായത് ഒരു കാര്യം ഒരാൾ തർക്കിക്കുകയാണ്, അപ്പോൾ അതിൽ യുക്തി ഇല്ലാത്തൊരു കാര്യമാണ്. യുക്തിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാം, ഈ ഒരു മോതിരം വിരലിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാകുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ വിൽക്കാൻ വന്ന ആളോട് വേണേൽ രേവതിനക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ ചോദിക്കാം, എങ്കിൽ നിങ്ങൾക്ക് ഒട്ടുകൂടെ, നിങ്ങൾക്ക് കോടീശ്വരനാവാലോ, റോഡ് ഏതും പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷേ ഈ ചോദ്യം ചെയ്യാത്ത ആളുകളെല്ലാം മേടിച്ച് ഈ മോതിരത്തിൻ്റെ വില കൊടുത്ത് അത് കയ്യിലണിയാൻ സാധ്യത കൂടുതലാണ്. അത് ഒരു യുക്തിപരമായ ചിന്തയാണ്.
പിന്നെ ചില ആളുകളുടെ ചില കള്ളത്തരങ്ങൾ പറയുക. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന ആളെ അറിയാം, എനിക്ക് ഇന്ന ആളെ പരിചയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ രേവതിയിലുള്ള ആളുകൾ വേണേൽ തിരിച്ചു ചോദിക്കാം, എങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ജോലി ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾക്ക് അവരോടൊപ്പം കൂടി രക്ഷപ്പെടാൻ മേലായിരുന്നു എന്ന ചോദ്യം തിരിച്ചു വരാൻ സാധിക്കും. അപ്പം കള്ളത്തരം എന്ന് പറയുക അല്ലെങ്കിൽ നുണക്കഥകൾ പ്രചരിപ്പിച്ച് രേവതി നക്ഷത്രത്തിലുള്ള ഒരാളുടെ അടുത്ത് ജയിക്കാമെന്ന് ഒരാൾക്ക് പറ്റുകയില്ല. അതവർക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതാണ് യുക്തിബോധമെന്ന് നമ്മൾ പറയും. അടുത്ത സ്വയം പര്യാപ്തത. സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയാൽ ആത്മാർത്ഥമായ ജോലിക്ക് പോകുക, സ്വയം വളരാനുള്ള കഴിവ്, സ്വന്തം വ്യക്തിത്വത്തെ എവിടെയും അടിയറ വെക്കാതെ സ്വയം വളരുക. അപ്പോൾ സ്വന്തം വ്യക്തിത്വത്തിലുള്ള സ്വയം പര്യാപ്തതയാണ് കലാപരമായി ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കുന്നത്. ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ടെന്ന് കൃത്യമായി ഓർമ്മശക്തിയോടെ ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു കഴിവ് രേവതി നക്ഷത്രത്തിലുള്ളവർക്കുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും സ്വന്തം കലാപരമായ കഴിവുകളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അവർക്ക് പോലും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ പിന്നിലും വേണമെങ്കിൽ നമുക്കൊരു ഐതിഹ്യം പറയാം. ഞാൻ പണ്ട് കേട്ടിട്ടുള്ള കഥയാണ്, എനിക്കിതേപ്പറ്റി പൂർണ്ണമായ രൂപം അറിവില്ല, ഞാൻ കേട്ട കാര്യം ഞങ്ങളോട് പറയാം. ഒരിക്കൽ ഇപ്പം നമുക്ക് അസുരന്മാരാണ് പണ്ടുണ്ടായിരുന്നത്, നമ്മൾ ഐതിഹ്യത്തിൽ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു മതങ്ങളിലൊക്കെ ബാബേൽ ഗോപുരത്തെ പറ്റിയും സംസാരിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ എല്ലാ മതങ്ങളിലും സംസാരിക്കുന്നുണ്ട് ബാബേൽ ഗോപുരം. അതുപോലെ തന്നെ നമ്മൾ ദേവലോകം ആക്രമിച്ച് മനുഷ്യൻ വളരുന്നു, അതൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് കഥയും വേണമെങ്കിൽ ഒരേ രീതിയിൽ എടുക്കാം. ഇപ്പോൾ ബാബേൽ ഗോപുരം എന്ന് പറയുന്നൊരു ഗോപുരം, സ്വർഗത്തിലേക്ക് മനുഷ്യൻ എത്താനായിട്ടുള്ള ഒരു ഗോപുരം പണിതു. ഗോപുരം പണിതപ്പോൾ ദൈവം ആകാശത്തു നിന്ന് പല ഭാഷകളെ കലക്കി പുതിയ ഭാഷകളുണ്ടാക്കി ഒരു വ്യക്തിക്ക് കൊടുത്തപ്പോൾ ഒരാൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാവാതിരിക്കുകയും കെട്ടിടത്തിൻ്റെ പണി അവസാനിക്കുകയും സ്വർഗത്തിലേക്ക് എത്തുകയും ചെയ്തില്ല എന്നാണ് നമ്മുടെ ചരിത്ര വിഷയങ്ങളിൽ കേട്ടിട്ടുള്ളത്, ഐതിഹ്യത്തിൽ കേട്ടിട്ടുള്ളത്, മതപരമായ ഗ്രന്ഥങ്ങളിൽ കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഐതിഹ്യമാലയിലും പറയുന്നത്. പക്ഷെ അത് ഭാഷ ഉണ്ടായ കഥയാണ് നമ്മൾ ഗ്രന്ഥത്തിൽ കേട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് വേറൊരു കഥയാണ്. മറ്റേ ഭാഷ ഗോപുരം എന്ന് പറയുന്നത് അത്ര ഉയർത്തിയ ഒരു ഗോപുരം ആർക്കും പണിയാൻ പറ്റിയില്ല. മനുഷ്യൻ്റെ ബുദ്ധിശക്തി അത്രയും വളർന്നു, അവൻ സ്വർഗ്ഗലോകം കൂടി ആക്രമിച്ചതിന് കീഴടക്കാൻ റത്തി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ വ്യത്യസ്തമായ ഭാഷ ദൈവം ഉണ്ടാക്കി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരാൾ പറയുന്ന ഭാഷയിലെ ഒരു വാക്ക് മോശമായ വാക്കായതുകൊണ്ട് മറ്റേയാളെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഇഷ്ടികയോ കല്ലോ എടുക്കാൻ പറഞ്ഞപ്പോൾ മറ്റേയാളുടെ ലൈഫിൽ ആ വാക്ക് മോശമായ വാക്കാണ്, അല്ലെങ്കിൽ ആ ഒരു അസഭ്യമാണ്. ആ അസഭ്യം ഇയാളെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിത്തല്ലുണ്ടാക്കി ആ കെട്ടിടം പണി അവസാനിപ്പിച്ചു എന്നുള്ളതാണ് പറയും. അത് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ള ഒരു കഥ. അപ്പോൾ വ്യത്യസ്ത ഭാഷകളിലുള്ള കഥ, അതായത് മനുഷ്യൻ്റെ വളർന്ന ബുദ്ധിയെ ലിമിറ്റ് ഇട്ടു എന്നുള്ള ഒരു കഥ. ഇനി അതുപോലെ തന്നെ മറ്റ് ഐതിഹ്യ പുരാണത്തിൽ പറയുന്നു, ബ്രഹ്മാവിനോട് പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നത്, എനിക്കറിയില്ല. ബ്രഹ്മാവിനോട് പറയുന്നു, ദേവന്മാരെല്ലാം കൂടി വന്ന് പറയുന്നു, മനുഷ്യൻ്റെ കഴിവുകൾ അത്ഭുതകരമാണ്, മനുഷ്യൻ്റെ കഴിവുകൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കുമ്പം ആ മനുഷ്യൻ അത് തപ്പിയെടുക്കരുത്. തപ്പിയെടുത്തു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തേക്ക് കയറും. അപ്പം അവൻ്റെ കഴിവുകൾ എന്തെന്ന് അവൻ തന്നെ തിരിച്ചറിയാതെ പോട്ടെ എന്നൊരു സിസ്റ്റം വേണോ? അപ്പോൾ ദേവന്മാരും ബ്രഹ്മാവെല്ലാം കൂടി തീരുമാനിച്ചു, എവിടെ കൊണ്ട് ഒളിപ്പിക്കും? കടലിനടി വെച്ചാലോ? അപ്പം മനുഷ്യൻ മഹാൻ ബുദ്ധിമാനാണ്, മനുഷ്യൻ അത് തപ്പിയെടുക്കും. മരത്തിനകത്ത് വെച്ചാലോ? വേണ്ട, മനുഷ്യൻ ബുദ്ധിമാനാണ്, കണ്ടെടുത്തു. അങ്ങനെ പല കാര്യങ്ങൾ, ഭൂമിക്ക് എടി വെക്കാം, അങ്ങനെ പല കാര്യങ്ങളോട് ചിന്തിച്ചു. അപ്പോൾ മനുഷ്യൻ ബുദ്ധിമാനാണ്, അവൻ കഴിവ് തപ്പിയെടുക്കും. അവസാനം ഇവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു, മനുഷ്യൻ്റെ കഴിവ് മനുഷ്യനെ തന്നെ ഒളിപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ കഴിവ് ഫുള്ളായിട്ട് മനുഷ്യനെ തന്നെ ഒളിപ്പിക്കുക എന്നുള്ളത്. അവനത് കണ്ടെത്തുമ്പോൾ അവൻ വൃദ്ധനായിക്കോളും. അപ്പോൾ അവൻ വളർന്നു വരാൻ സമയമെടുക്കും. ഇതാണ് ഹിന്ദു ഐതിഹ്യത്തിൽ പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ബ്രഹ്മാവ് പറഞ്ഞു, ശരി, അങ്ങനെയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം കഴിവുകൾ എന്തെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞെന്ന് വരികയില്ല. എന്തെങ്കിലും ഒരു ശക്തമായ ഒരു അവസ്ഥ വരിക, അപ്പോഴായിരിക്കും ചിലപ്പോൾ അവൻ്റെ കഴിവ് പുറത്തു വരിക. അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കളെ കണ്ടെത്തിയിട്ട് ആ കഴിവ് വളർത്തും, എന്നിട്ട് രക്ഷിക്കും, അല്ലെങ്കിൽ ശിക്ഷിക്കും, എന്തെങ്കിലും ചെയ്യും, താഴെ കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോളും. ജീവിതത്തിൽ കലാപരമായ കഴിവെടുക്കുന്നവർക്കറിയാം, ജീവിതത്തിൽ നല്ലൊരു വെല്ലുവിളിയിലോട്ട് എടുത്ത് ആടേണ്ടി വരും.
കലാകാർക്ക് അത്ര കുഴപ്പമില്ല. എല്ലാവർക്കും കലാകാരമായ കഴിവുണ്ട്. അതെന്തെന്ന് തിരിച്ചറിയുന്ന നിമിഷം ചിലപ്പം വൈകിപ്പോകാം. ചിലപ്പോൾ തിരിച്ചറിഞ്ഞ ശേഷം അത് പുറത്തെടുക്കാൻ ചിലപ്പോൾ സാധിക്കാതെ അതിനുള്ള ധൈര്യം ചിലപ്പോൾ കിട്ടാതെ വരും. ഇനി അപ്പോൾ അങ്ങനെ മനുഷ്യനെ തന്നെ ഒളിപ്പിക്കാം. മനുഷ്യത്തെ കണ്ടെത്തുമ്പോൾ വൃദ്ധനായിക്കോളും എന്ന് പറയും. പക്ഷേ ഈ കഥ സാധാരണ ആളുകൾക്കെല്ലാം പറ്റും. പക്ഷേ രേവതിയിലുള്ളവർക്ക് അവരുടെ കലാപരമായ കഴിവുകൾ എത്ര പ്രശ്നത്തിൽ കിടന്നാലും അവർക്കെല്ലാം അറിയാം. അവർക്ക് എത്ര കഴിവുകളുണ്ട്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ കാലതാമസമുണ്ട്. പക്ഷെ രേവതിയിലുള്ളവർ അവർക്ക് പൂർണ്ണമായും നിശ്ചയമുണ്ട് അവരെ കൊണ്ട് എത്ര എണ്ണം പറ്റും എന്നാണ്. മറ്റു നക്ഷത്രക്കാർക്ക് ഒരു കഴിവ് ചിലപ്പം വീട്ടുകാർ പഠിപ്പിച്ചായിരിക്കും, ഒരു കഴിവ് അവർ പുറത്തുനിന്ന് പഠിച്ചെടുത്തായിരിക്കും. പിന്നെ എത്ര കഴിവുകളുണ്ടെന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ എത്ര കഴിവുകളുണ്ടെന്ന് ഓർമ്മിച്ച് വെക്കാനോ സാധിക്കില്ല. ചിലപ്പോൾ പലരും പറയും, നീ പണ്ട് അത് ചെയ്യുമായിരുന്നല്ലോ, ഇപ്പം എന്താ ചെയ്യാത്തതെന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നാണല്ലോ, ഇപ്പം ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ഓർമ്മ ചിലർക്ക് വരികയുള്ളൂ. പക്ഷേ രേവതിക്കാർക്ക് അങ്ങനെയല്ല. അവരേത് കടുത്ത സാഹചര്യത്തിലും രോഗത്തിൻ്റെ പിടിയിലാണെങ്കിലും ദാരിദ്ര്യമായിക്കോട്ടെ പ്രശ്നങ്ങളായിക്കോട്ടെ ഏത് പ്രശ്നത്തിൻ്റെ നടുക്കിൽ നിന്നാലും അവരാ കൃത്യമായിട്ട് അവരെക്കൊണ്ട് എന്തെല്ലാം കലാപരമായ പ്രവർത്തികൾ അവർ ചെയ്തിരുന്നോ അത്രയും കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇതിപ്പോൾ എല്ലാ രേവതിക്കാർക്കും ആവണമെന്നില്ല. ചില പാദങ്ങളിലുള്ളവർക്ക് കഴിവുകൾ കൂടിയിരിക്കുന്ന നക്ഷത്രപാദങ്ങളിലുള്ള ആളുകൾക്കാണ് ഈ ഒരു എല്ലാ കഴിവുകളും കൂടി ഓർത്തിരിക്കാനുള്ള കഴിവ് പറയും. വരയ്ക്കാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലാണ്. ഒരാളുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാഭ്യാസമുള്ള ഒരു രേവതി നക്ഷത്രക്കാരാണെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ, ഇപ്പോൾ പൊടിയിട്ടൊക്കെ ഫിംഗർ പ്രിൻ്റ് നോക്കാൻ അങ്ങനെയുള്ള ജോലികളൊക്കെ ആണെങ്കിൽ കൃത്യമായി ഇപ്പം മെഷീനുണ്ട്, മെഷീനില്ലെങ്കിൽ മെഷീനിനൊക്കെ നന്നായി നോക്കാൻ സ്വന്തം കണ്ണുകൊണ്ട് നോക്കി അത് മനസ്സിലാക്കാനുള്ള കഴിവ് രേവതിക്കാർക്കുണ്ട്. ഒരു കാര്യം ഒരു സ്ഥലത്തുനിന്ന് മാറിയിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അളവ് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലോ വലിപ്പക്കൂടുതലോ പൊക്കക്കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ മാറ്റം വന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ തർക്കിക്കാം, അത് മുമ്പത്തെ സാഹചര്യത്തെ പോലെ തന്നെയുണ്ടല്ലോ, ഇല്ല ഇതിനത്ര വലിപ്പമില്ല. രേവതിക്കാരെ അത് കണ്ടെത്തും. 1 ഇഞ്ചോ വല്ലതും താഴെ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും വസ്തുവിൻ്റെ ഒരു വലിപ്പക്കുറവ്, അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ചെരിവ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇങ്ങനെ തള്ളി നിൽക്കുന്നു, അതൊക്കെ വളരെ സൂക്ഷ്മമായി കണ്ടെത്താൻ രേവതിയിലുള്ളവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലി പറയുന്നത് ഫിംഗർ പ്രിൻ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയാറുണ്ട്. കാരണം അത് അവർ ആ വരയും കുറിയും ഒരാളുടെ കൈരേഖയിലുള്ള ആ രേഖയൊക്കെ ഇവർ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജ്യോതിഷവും ഹസ്തരേഖയൊക്കെ പഠിക്കാൻ സാധിക്കും. കാരണം അവർക്ക് അങ്ങനെ മറവി ഉണ്ടാവില്ല. ഒരാളുടെ കൈ കണ്ടാൽ അവർ ഓർത്തിരിക്കും, ഒരാളുടെ മുഖം കണ്ടാൽ അവർ ഓർത്തിരിക്കും, ഒരാളുടെ കണ്ണുകൾ കണ്ടാൽ അവർ ഓർത്തിരിക്കും, പുരകം കണ്ടാൽ ഓർത്തിരിക്കും, തലമുടി കണ്ടാൽ ഓർത്തിരിക്കും, മൂക്കിൻ്റെ പാലത്തിൻ്റെ നീളം, മീശ, വായിലെ പല്ല്, ചെവിയുടെ കുടയുടെ ആകൃതി, കഴുത്തിലെ മറുക്, ശരീരത്തിൽ എവിടെയെല്ലാം മറുകൾ കാണുന്നു ആ മറുകളെല്ലാം, ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കളർ, ആദ്യമായി അവരെ കണ്ടപ്പോൾ അവരിട്ടിരുന്ന ഡ്രസ്സിൻ്റെ നിറം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില ദേവനക്ഷത്രത്തിൽപ്പെട്ടവർ ഓർത്തിരിക്കും. സ്മെല്ലുകൾ ഓർത്തിരിക്കും, പല കാര്യങ്ങളും ഓർത്തിരിക്കും, പറഞ്ഞ വാക്കുകൾ, ഡയലോഗുകൾ എല്ലാം ഓർത്തിരിക്കും. അപ്പോൾ ഓർമ്മശക്തി കൂടുതലാണ്. അത്തരം കാര്യങ്ങൾ ബുദ്ധിശക്തി കൂടുതലാണ്, യുക്തിബോധം കൂടുതലാണ്. സ്വയം പര്യാപ്തത കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത് പിന്നെ പറയാനുള്ളത് ഈ ധൈര്യമാണ്. അവർക്ക് ധൈര്യമുണ്ട്. ധൈര്യമുള്ള നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ. എല്ലാ സമയവും ധൈര്യത്തോടെ തന്നെയാണ് ഇവർ ഇടപെടുന്നത്. അവർക്ക് ധൈര്യക്കുറവൊന്നുമില്ല. രണ്ടാമത് ആരോഗ്യം, നല്ല ആരോഗ്യമുള്ളവരാണ് രേവതി നക്ഷത്രത്തിലുള്ളവർ. അപ്പോൾ ആരോഗ്യമുള്ളതുകൊണ്ടും ധൈര്യമുള്ളതുകൊണ്ടും ഏതൊരു കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ആരോഗ്യം, നല്ല ആരോഗ്യം. അടുത്തായിട്ട് ഉന്നത യോഗ്യതയാണ്. നല്ല യോഗ്യമായ പദവികളിൽ എത്തിച്ചേരാനുള്ള ചില യോഗങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാർക്കുണ്ട്. പക്ഷേ ലളിതമായ ജീവിതമാണ് ഇവർക്ക് ഇഷ്ടമുള്ള ചില ആളുകൾ ചില മടികളൊക്കെ ബാധിക്കാറുണ്ട്. പിന്നെ ആത്മീയത, മതം എന്ന് പറയുന്ന കാര്യത്തോട് ഇവർക്ക് അല്പം സ്നേഹമുണ്ട്. പക്ഷേ യുക്തിപരമായ രീതിയിൽ അവർ പറയും, മതം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, ഇതൊന്നും ഇല്ലെങ്കിൽ സാരമില്ലെന്ന് പറയുമ്പോഴും അവരുടെ ഉൾമനസ്സിൽ മതത്തോട് ഭക്തിയുണ്ട്. അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ ആ മതത്തോട് അവർക്ക് ഭക്തിയുണ്ട്. അപ്പോൾ ഇവർ പറയുമ്പോൾ യുക്തി പറയും, മതമൊന്നും ഇല്ലെങ്കിൽ എന്താ, ജീവിക്കാൻ വരെ എന്നൊക്കെ ചോദിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ മതത്തോടുള്ള സ്നേഹം, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ മതപരമായ ചടങ്ങുകളിൽ സംബന്ധിച്ച് പോയിരുന്ന കാലത്തെ അയവിറക്കുക, ഓർമ്മകൾ നുകരുക എന്ന് പറയും. ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാറുണ്ട്. ചില ആളുകൾ യുക്തിവാദികളായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുക്തിപരമായി ചിന്തിക്കാൻ മതത്തിനെ പറ്റിയുള്ള ഓർമ്മയെ ചിലപ്പോൾ അവർ ഓർമ്മയെപ്പോലും വെക്കുകയാണ്. ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോഴേ അവർ വിഷയം മനസ്സിൽ നിന്ന് മാറ്റി കളയും. അപ്പോൾ ആ കാലഘട്ടം തന്നെ അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടിരിക്കും. പക്ഷേ യുക്തി പറയുമെങ്കിലും രേവതിക്കാർക്ക് അവരവരുടെ മതം, ഇത് മതമാണോ, മതപരമായ ആത്മീയപരമായ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇവർക്ക്
ആ കാലഘട്ടം ഓർത്തിരിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ അതൊക്കെ ഇഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് അതിലോട്ടങ്ങനെ ചാടുകയൊന്നുമില്ല. അല്ലെങ്കിൽ മതത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വലിയ ബഹുമാനമൊന്നും കൊടുക്കുകയില്ല. അത്ര തീവ്രമായതൊന്നുമില്ല, എങ്കിലും ഒരു ചായ്വുണ്ട്. അടുത്തായിട്ട് ധാർമ്മിക ബോധമുണ്ട്. സമയ സന്ദർഭം നോക്കി പ്രവർത്തിക്കുക. എല്ലാ സ്ഥലങ്ങളിലും പൊട്ടിത്തെറിക്കാതെ മാന്യമായ രീതിയിൽ പ്രവർത്തിച്ച് പ്രകോപനം വന്നാലും സമയത്തത് വിടാതെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. സഹായിക്കുന്ന ശീലമുണ്ട്. സഹായശീലം ഇവർക്ക് കൂടുതലാണ്. ഈ സഹായശീലം കൊണ്ട് തന്നെ ഇവരെപ്പോഴും ആപത്തിപ്പെട്ടുകൊണ്ടിരിക്കും. സഹായശീലമാണ് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു പ്രശ്നം. കാരണം വെച്ച് കഴിഞ്ഞാൽ ശത്രുവിനെയും സഹായിക്കും, മിത്രത്തെയും സഹായിക്കും. സഹായിക്കുക എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ദുശീലമാണ്. സഹായിക്കേണ്ടാത്തവരെ സഹായിക്കേണ്ട എന്ന് വെച്ചാലും അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ സഹായിച്ചെന്നില്ല, അപ്പോൾ ഉപദ്രവമാകും. ഇത് ഇവരുടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സഹായശീലം ഇവർക്ക് ബഹുമാനിക്കപ്പെടും, പല കാര്യങ്ങളും ബഹുമാനിക്കപ്പെടും. അപമാനം അങ്ങനെ കിട്ടാറില്ല. കാരണം പൊരുത്ത നക്ഷത്രങ്ങൾക്ക് ആവശ്യമുണ്ട്. അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർ ഞാൻ പൊരുത്തത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ബഹുമാനിക്കപ്പെടുന്ന കഴിവർക്കുണ്ട്. പിന്നെ ചഞ്ചലമായ മനസ്സ്. ചില സമയങ്ങളിൽ മനസ്സ് ചഞ്ചലമാണ്. അതായത് വേണോ വേണ്ടയോ എന്നുള്ള ചിന്തകൾ മനസ്സിലൂടെ. പിന്നെ ഇവർക്ക് പറയുന്നത് ചില രോഗങ്ങൾ വരാറുണ്ട്. അതിൽ കാലുവേദന, അതുപോലെ തന്നെ കേൾവിക്കുറവ് തുടങ്ങിയ രോഗങ്ങളാണ് ഇവർക്ക് വരുന്നത് കൂടുതലായിട്ട്. മറ്റു രോഗങ്ങളെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നില്ല. പിന്നെ ഇവർക്ക് പറയാനുള്ള ജോലികൾ ചിലതുണ്ട്. അതിതൊക്കെയാണ് സന്ദേശവാഹകർ, ടെലികമ്മ്യൂണിക്കേഷൻ കാര്യം, പത്രപ്രവർത്തനം, ഇലക്ട്രോണിക്സ്, പബ്ലിഷിങ്, മതപ്രവർത്തനം, നിയമം, ബാങ്കിങ്, പരസ്യം, അധ്യാപനം, രാഷ്ട്രീയം, ജ്യോതിഷം, ബാങ്കിങ്, ബ്രോക്കർ, ഫിംഗർ പ്രിൻ്റ്, ഇതൊക്കെ ജോലിയായിട്ട് ഇവർക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അവദേശത്തെ പറ്റി മനസ്സിലാക്കി കഴിയും. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വിഷയം നല്ലതായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും നാളെ പുതിയൊരു വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒന്ന് ബൈ. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്ന ആളുകളാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലോട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.